ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കേട്ടിട്ട് കുറേ പേര് എനിക്ക് ഭ്രാന്താന്ന് പറയും. ഇനി അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല, എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റൂ. ഈ പാസ്റ്റ് എന്ന് പറയുന്ന സാധനം സത്യമേ അല്ല. കാരണം നിങ്ങളിപ്പോൾ ഈ പാസ്റ്റിനെ പറ്റി ആലോചിക്കുന്നത് എവിടുന്ന? ഈ പ്രസൻറ്റ് മൂമെൻറ്റിൽ നിന്ന്. അതേപോലെ ഫ്യൂച്ചറിൽ എന്തിനോ പറ്റി നിങ്ങളിപ്പോൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതും ഈ പ്രസൻറ്റ് മൂമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് സത്യം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എനിക്ക് പാസ്റ്റിൽ അങ്ങനെയൊക്കെ നടന്നു, എനിക്ക് ട്രോമ കിട്ടി, ഞാൻ ബ്രേക്കപ്പായി, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ അതൊന്നും സത്യമല്ല. അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു തോട്ടാണ്. ആ തോട്ടിൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ഈ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൂച്ചയോടോ പട്ടിയോടോ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് അവർക്കറിയില്ല. അതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ടൈം ട്രാവൽ ഒന്നും ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, വരാനുള്ളത് എന്തായാലും വരും. ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഇത് മാത്രമേ നോക്കുള്ളൂ. ആകെ 10-65 വർഷം നമുക്ക് ജീവിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ വല്ല അറ്റാക്കോ ക്യാൻസറോ വന്ന 50 വർഷം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആലോചിച്ച് അധികമായിട്ട് ടെൻഷൻ അടിക്കുന്നതിനായിട്ട് വല്ലത് ഇപ്പോൾ ഉള്ള ഈ ഒരു സെക്കൻഡിൽ അതിന് നമ്മളെങ്ങനെ ജീവിക്കുന്ന ആലോചിച്ച് നോക്ക്. നമ്മളെ മുന്നിൽ പോയ പലരും തോറ്റുപോയത് ആ ഒരു നിമിഷത്തിൽ എങ്ങനെ ജീവിക്കണം എന്നറിയാത്തതുകൊണ്ടാണ്.